കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച പുരുഷ സുവർഗാനുരാഗിയുടെ മൃതദേഹത്തിനായി പങ്കാളി ഹൈക്കോടതിയിൽ മരിച്ച കണ്ണൂർ സ്വദേശിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറാകാത്തതിനെ തുടർന്നാണ് പങ്കാളി കോടതിയെ സമീപിച്ചത്. പങ്കാളിക്ക് മൃതദേഹം വിട്ടു നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. കേസിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:45 വിധി പറയും. കേരള ഹൈക്കോടതി ഇന്ന് അപൂർവമായൊരു കേസിന് വിധി പറയുകയാണ്. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച പുരുഷ സ്വവർഗാനുരാഗിയുടെ മൃതദേഹത്തിനായി അദ്ദേഹത്തിൻ്റെ പങ്കാളി ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിച്ചിരുന്നു. ആ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയുകയാണ്. ആ ഹർജിക്കാരന് വേണ്ടി കോടതിയിൽ ഹാജരായ പത്മലക്ഷ്മിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ഈ കേസിൻ്റെ ഒരു രത്നച്ചുരുക്കം? ഇത് ഇങ്ങനെയൊരു അപകടം ഉണ്ടായ ആ ഒരു സമയം മുതൽ തന്നെ അവരുടെ സുഹൃത്തുക്കളാണ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. ആദ്യം നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് അവരുടെ റെഫറൻസ് പ്രകാരം ആസ്റ്റർ മെഡിസിറ്റിയിലെത്തുന്നത്. ആസ്റ്റർ മെഡിസിറ്റിയിലെ ന്യൂറോ എമർജൻസി വിഭാഗത്തിലാണ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്ന് മുതൽ തന്നെ നമ്മൾ വീട്ടുകാരെ പയ്യാവൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ വ്യക്തിയുടെ വീട്ടുകാരെ അറിയിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അവിടെ നിന്നും കിട്ടിയ 2 ഫോൺ നമ്പറുകളുണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ വഴി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്തു. വിളിക്കുമ്പോഴെല്ലാം 10 മിനിറ്റ് ഇപ്പോൾ വരും എന്ന് പറയുന്നതല്ലാതെ ആരും വന്ന് കണ്ടില്ല. ഞായറാഴ്ച ദിവസം ഒരു 3 മണിയോട് കൂടി അവർ വരികയും നമ്മൾ നിർബന്ധപ്രകാരം ഉള്ളിൽ പോയി കാണുകയും ചെയ്തൊരവസ്ഥയാണ് ഉണ്ടായത്. വളരെ ഏറ്റവും ഒരു വ്യക്തിക്കുള്ളൊരു ഏതൊരു വ്യക്തിക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. ആ വ്യക്തി ജീവനോടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരു മനുഷ്യ ശരീരത്തോട് കാണിക്കേണ്ട ഒരു ബഹുമാനമുണ്ട്. അതുപോലും അവിടെ നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബം വരാൻ തയ്യാറായില്ല. വളരെ ഒരു ബാർബേറിയൻ ആറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. വളരെ വിഷമത്തോടു കൂടി തന്നെ പറയുന്നു. അതിനുശേഷം അവർ നമ്മളോട് പറഞ്ഞത് എമൗണ്ട് അടയ്ക്കും. അപ്പോൾ അവിടെ നിന്ന കുട്ടികളും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒക്കെ വെച്ച് ഇടപെടലോടുകൂടി ആ ബില്ലിലൊരു വലിയൊരു ആ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അറിയാമല്ലോ, അത് അവർക്ക് അവരുടേതായ കുറേ ലിമിറ്റേഷനുകളുണ്ട്. ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയൊരു എമൗണ്ട് വ്യത്യാസം ചെയ്തു തരാമെന്നെല്ലാം പറഞ്ഞു. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ രീതിയിൽ ചെയ്ത ശേഷം പറഞ്ഞു, ഒരു വലിയൊരു എമൗണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ബാക്കി കെട്ടാൻ ഒരു എമൗണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ബോഡി വേണ്ട. എന്തായാലും ഉച്ചയ്ക്ക് 1:45 കോടതി ഇതിൽ വിധി പറയാൻ ഒരുങ്ങുന്നത്.